അഥവാ ആ ഖബറിലേക്ക് ചേർത്ത് വെച്ച വേദനയുമായി പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചിന്തിക്കണം. എന്തിനു വന്നതാ ഈ ദുനിയാവിലേക്ക്? നമ്മൾ എന്തിനു വന്നതാ? കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം, അത് കഴിഞ്ഞാൽ ഒരു പെണ്ണെട്ടണം, പെണ്ണെട്ടിയാ പിന്നെ മക്കളെ പ്രസവിക്കണം, പ്രസവിച്ചാ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോകണം. ഇത്രേ ഉള്ളൂ പലർക്കും ജീവിതത്തിൽ. അതിനുവേണ്ടി മാത്രം ആ പടച്ചോൻ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ. അതുകൊണ്ടാ പലർക്കും ദുനിയാവ് മതി, ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില. എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടക്ക് സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ ചില ഉമ്മാര് പറയലില്ലേ, 2 പെൺകുട്ടികളുണ്ട്, ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു, ഒന്നിനെ പുളിക്കലങ്ങാടിയിലേക്കും കെട്ടിച്ചു. 2 ആൺകുട്ടികളുള്ളത്, ഒന്ന് രാമനാട്ടുകരയിൽ നിന്നും കെട്ടി, വേറൊരുത്തം കൊണ്ടോട്ടിയിൽ നിന്നും കെട്ടി. എല്ലാരും നല്ല നിലയിലായതുകൊണ്ട് ഇപ്പൊ വലിയ സമാധാന. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അതേ ഉള്ളൂ പറയാൻ. മൂത്തോന്റെ മോക്ക് 10A+ കിട്ടി, ഓള് ബാംഗ്ലൂരിൽ പഠിക്കുക. ഇളയോന്റെ മോള് ഇന്ന സ്ഥാപനത്തിലുണ്ട്. ചെറിയ മക്കള് എനിക്ക് 10 സൂറത്ത് ഇങ്ങിട്ട് ഓതിത്തരും. മക്കളെയും മരുക്കളെയും കണക്കേ ഉള്ളൂ. എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല. ചിലർക്ക് അതാ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവം അവര് കാണിക്കുന്നത്. പണം വേണ്ട, പണം അല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോല നമ്മളെങ്കിലും പണം ലക്ഷം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും. ഞാനൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട്, മോനെ പെണ്ണെട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും എന്താ ഇപ്പൊ ഡിമാൻഡ്? അതിന് അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല. കേൾക്കുമ്പോ നമ്മളും വിചാരിക്കും ഖുർആന്റെ നടുക്കഷ്ണാണ്.